മേധയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് 1082/26 പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫ് റൈറ്റേഴ്സ് ഇൻ കേരള. ആൻസർ ഓപ്ഷൻ ബി, SPCS. SPCSന്റെ ഫുൾ ഫോം ആണ് സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി. സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏപ്രിൽ 30, 1945 ഏപ്രിൽ 30, 1945. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയി വരുന്നത് കോട്ടയം. സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കോട്ടയം. ദ വൺ ആൻഡ് ഓൺലി റൈറ്റേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് ഈസ് SPCS. SPCS അറിയപ്പെടുന്നത് വൺ ആൻഡ് ഓൺലി റൈറ്റേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് പബ്ലിഷിംഗ് ഹൗസസ് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും വലിയ പബ്ലിഷിംഗ് ഹൗസുകളിൽ ഒന്നാണ് SPCS. SPCS was started by 12 writers by contributing ₹120 as share capital. 12 റൈറ്റേഴ്സ് ചേർന്നാണ് സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തത്. ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ ₹120. SPCSന്റെ പഴയ പേരാണ് സാഹിത്യ സഖ്യം. പഴയ പേര് സാഹിത്യ സഖ്യം. ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഷാൽ ബി ദ എൻറ്റയർ സ്റ്റേറ്റ് ഓഫ് കേരള. SPCSന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ആയി വരുന്നത് കേരള സ്റ്റേറ്റ്. ഇറ്റ് വാസ് രജിസ്റ്റേർഡ് ആസ് പെർ ട്രാവങ്കൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914. SPCS രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ട്രാവങ്കൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 പ്രകാരമാണ്. SPCS is the first writers cooperative society in Asia. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി. ഫസ്റ്റ് SPCS അവാർഡ് വിന്നർ തകഴി ആൻഡ് വയലാർ. സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒഫീഷ്യൽ സിംബൽ ആയിട്ട് വരുന്നത് ഡക്ക് ആണ്. ഒഫീഷ്യൽ സിംബൽ ഡക്ക്. തകഴിയുടെ കഥകൾ ഈസ് ദ ഫസ്റ്റ് ബുക്ക് പബ്ലിഷ്ഡ് ബൈ സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി. തകഴിയുടെ കഥകളാണ് SPCS പബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ബുക്ക്. ഇന്ത്യ പ്രസ് ഓൺഡ് ബൈ സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി. SPCS ആണ് ഇന്ത്യ പ്രസ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ബുക്ക് പബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ പ്രസ് ഈസ് ഓടയിൽ നിന്ന്. ഇന്ത്യ പ്രസിൽ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത് ഓടയിൽ നിന്ന് P. കേശവദേവിന്റെ പുസ്തകമാണ്. ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് SPCS MP പോൾ. SPCSന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആണ് MP പോൾ. ഇത് നമുക്ക് P വെച്ച് കണക്ട് ചെയ്യാം. പ്രസിഡന്റ് P, പോൾ P. ഫസ്റ്റ് സെക്രട്ടറി SPCSന്റെ ഫസ്റ്റ് സെക്രട്ടറി കരൂർ നീലകണ്ഠപിള്ളി. MP പോൾ മെമ്മോറിയൽ ഓഫ് സെറ്റ് പ്രസ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് നാട്ടകം. MP പോളിന്റെ മെമ്മോറിയൽ ഓഫ് സെറ്റ് പ്രസ് നാട്ടകത്താണ്. അത് അതിന്റെ വർഷം 1953. ലാർജസ്റ്റ് നമ്പർ ഓഫ് എഡിഷൻ പബ്ലിഷ്ഡ് വാസ് രമണൻ. കൂടുതലായിട്ടും പബ്ലിഷ് ചെയ്തിരിക്കുന്നത് രമണൻ എന്ന പുസ്തകമാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ഹരികുമാർ. SPCSന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് PK ഹരികുമാർ. ഗവൺമെന്റ് ഓഫ് കേരള ടേക്സ് മേജർ പോർഷൻ ഓഫ് ഷെയർസ് ഓഫ് SPCS. SPCSന്റെ മേജർ പോർഷൻ ഓഫ് ഷെയർസ് ഗവൺമെന്റ് ഓഫ് കേരളയാണ് എടുത്തിരിക്കുന്നത്. SPCSന്റെ പബ്ലിക്കേഷൻസ് നോക്കാം. വിശ്വവിജ്ഞാന കോശം. SPCSന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ ആണ് വിശ്വവിജ്ഞാന കോശം. നെക്സ്റ്റ് പബ്ലിക്കേഷൻ NBS ബുള്ളറ്റിൻ. അതൊരു മന്ത്ലി പബ്ലിക്കേഷൻ ആണ്. കൃതി ഫെസ്റ്റ് 2018 ഓർഗനൈസ്ഡ് ബൈ SPCS. കൃതി ഫെസ്റ്റ് ഓർഗനൈസ് ചെയ്യുന്നത് SPCS ആണ്. കൃതി ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2018.
ആ ടൈമിലുള്ള സ്ലോഗനാണ് നോളജ്, റീസണിങ് ആൻഡ് എൻലൈറ്റ്മെന്റ്. നോളജ്, റീസണിങ് ആൻഡ് എൻലൈറ്റ്മെന്റ്. കൃതിയുടെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് കേരള റിസർച്ച് ഇനിഷ്യേറ്റീവ്സ് ഫോർ തിങ്കിങ് ഇന്ററാക്റ്റീവ്നെസ്. കേരള റിസർച്ച് ഇനിഷ്യേറ്റീവ്സ് ഫോർ തിങ്കിങ് ഇന്ററാക്റ്റീവ്നെസ്. കൃതി ഫെസ്റ്റിന്റെ സിമ്പിൾ ആണ് ക്രോ. സിമ്പിൾ ഓഫ് കൃതി ഫെസ്റ്റ് ക്രോ. ബാലസാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി വാസ് സ്റ്റാർട്ടഡ് ഇൻ 1949. ബാലസാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തത് 1949 അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നത് കോട്ടയമാണ്. നമുക്കൊന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഷെയർസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ കോപ്പറേറ്റീവ്സ് വെയർ എക്സെപ്റ്റഡ് ഫ്രം അറ്റാച്ച്മെന്റ്. ഇറ്റ് വാസ് വൺ ഓഫ് ദ ചീഫ് പ്രൊവിഷൻ ഓഫ് ദ ആൻസർ ഓപ്ഷൻ ഡി ആക്ട് ഓഫ് 1912. The Cooperative Societies Act, which allowed the formation of central cooperative societies or appellate societies or and non-credit society, was 1912 Act. 1912 Act പ്രകാരമാണ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയും അപ്പല്ലറ്റ് സൊസൈറ്റിയും നോൺ ക്രെഡിറ്റ് സൊസൈറ്റിയും ഒക്കെ ഫോം ചെയ്തത്. ഇതിനു മുമ്പുള്ള 1904 ആക്ട് പ്രകാരം ക്രെഡിറ്റ് സൊസൈറ്റീസ് മാത്രമേ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ആക്ട് വന്നതിന് ശേഷമാണ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും അപ്പല്ലറ്റ് സൊസൈറ്റിക്കും നോൺ ക്രെഡിറ്റ് സൊസൈറ്റി ഒക്കെ ഫോം ചെയ്തത്. ഇതിന്റെ ആക്ട് നമ്പർ ആക്ട് 2. ആക്ട് നമ്പർ 2 വന്നത് 1/3/1912. The liability of central society as per 1912 Act was limited. 1912 Act പ്രകാരം സെൻട്രൽ സൊസൈറ്റീസിന്റെ ലൈബിലിറ്റി ലിമിറ്റഡ് ആണ്. സെൻട്രൽ സൊസൈറ്റിയുടെ ലൈബിലിറ്റി ലിമിറ്റഡ് ആണ്. The liability of rural credit society as per 1912 Act was unlimited. 1912 Act പ്രകാരം റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിന്റെ ലൈബിലിറ്റി അൺലിമിറ്റഡ് ആണ്. The minimum number of persons required to register a cooperative society as per 1912 Act was 10. 1912 Act പ്രകാരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം നമ്പർ ഓഫ് പേഴ്സൺ ആയിട്ട് വരുന്നത് 10 ആണ്. The maximum dividend payable to members as per 1912 Act was ₹1000. 1912 Act പ്രകാരം മാക്സിമം ഡിവിഡൻഡ് ₹1000. 25% of the net profit was transferred to the reserve fund. നെറ്റ് പ്രോഫിറ്റിന്റെ 25% റിസർവ് ഫണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. Delegation of authority of registrar was mentioned in 1912 Act. രജിസ്ട്രാറിന്റെ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യാമെന്ന് പറയുന്നത് 1912 Act പ്രകാരമാണ്. 1912 Act പ്രകാരം 50 സെക്ഷൻ ആണ് അതിലുണ്ടായിരുന്നത്. As per 1912 Act, a member cannot hold shares more than 20% of total share capital. ടോട്ടൽ ഷെയർ ക്യാപിറ്റലിന്റെ 20% കൂടുതൽ ഹോൾഡ് ചെയ്യാൻ പറ്റൂലായിരുന്നു 1912 Act പ്രകാരം. As per 1912 Act, a cooperative society can become a member of another society. 1912 Act പ്രകാരമാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മറ്റൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർ ആകാൻ പറ്റും. അത് പറഞ്ഞത് 1912 ആക്ടിലാണ്. Cooperatives were classified as limited liability society and unlimited liability society as per 1912 Act. 1912 Actൽ കോപ്പറേറ്റീവ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസും അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസും എന്നാണ്. പ്രൊവിഷൻ ഫോർ ഓഡിറ്റ് ഫീ മെൻഷൻഡ് ഇൻ 1912 Act. 1912 ആക്ടിലാണ് ഓഡിറ്റ് ഫീനുള്ള പ്രൊവിഷനും മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. Question number 3. Find out the matching pair from the following with regard to Kerala Cooperative Societies Rule. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. റൂൾ 47 എന്ന് പറയുന്നത്
കസ്റ്റഡി ഓഫ് ക്യാഷ്, സെക്യൂരിറ്റീസ്, റെക്കോർഡ്, സെയിൽ എക്സെട്ര ഓഫ് എ സൊസൈറ്റി ആണ്. റൂൾ 23 നോമിനേഷൻ ഓഫ് ഹയർ. റൂൾ 64B ഓഡിറ്റ് റിപ്പോർട്ട്. റൂൾ 82 ആപ്ലിക്കേഷൻ ടു സെറ്റ് അസൈഡ് സെയിൽ ഓൺ ഡെപ്പോസിറ്റ്. ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് റൂൾസ് നോക്കാം. കേസസ് ആക്ട് ആൻഡ് റൂൾസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾസ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. റൂൾ 40 remuneration payable to new committee, administrator or administrators appointed by the registrar. Rule 41 procedure regarding the constitution of committees of new societies in the case of a division of a society. Rule 41 procedure regarding the constitution of a committees of new society in the case of a division of a society. Rule 42 constitution and strength of committee of society having individuals and society as members. Rule 43 important ആണ്. Election of president, vice president, etc. by members of committee. Rule 43A removal of president, vice president by non-confidence motion. Rule 43B നോക്കാം. Handing over charge in the absence of president or vice president. Rule 44 disqualification of membership of committee. Rule 44A delegate of society in the committee to another society to be members of the committee. Next rule, Rule 45 disqualification of a member of a society to be a delegate of another society. Rule 46 term of office of member of committee who is a delegate of another society. Rule 47 custody of cash, securities, records, sale, etc. of a society. Rule 48 payment of traveling allowance, daily allowance and sitting fees to the members of the society and of the committee. Rule 49 payment of remuneration to committee members of societies. Rule 50 prohibition against being interested in contract, etc. Rule 50A training program. ഇത് ഇമ്പോർട്ടന്റ് ആണ്. റൂൾ 50A. ഈ റൂളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Question number 4 means of production owned and operated by the state. In the answer option D socialism. Socialism is a system where the entire means of production and distribution of goods and services under the control of state. ഇവിടെ എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ് ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. Entire means of production and distribution of goods and services are under the control of state. In socialist economy, if there is any surplus in the economy, it is distributed to all citizens. ഇപ്പൊ സോഷ്യലിസ്റ്റ് എക്കണോമിയിലാണെങ്കിൽ എന്തെങ്കിലും സർപ്ലസ് ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. All means of production and distribution are to be owned by the state. എല്ലാ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ നോക്കുന്നത് സ്റ്റേറ്റ് തന്നെയാണ്. ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് സെൻട്രലൈസ്ഡ് പ്ലാനിങ്. സോഷ്യലിസത്തിന്റെ മോട്ടോയാണ് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഓൾ. ഓൾ ഫോർ ഓൾ. മോട്ടോ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഓൾ. ഇനി നമുക്ക് സോഷ്യലിസത്തിന്റെ ഫീച്ചേഴ്സ് നോക്കാം. നോ ക്ലാസ് വാർ, നോ പ്രൈവറ്റ് ഓണർഷിപ്പ്, surplus goes to state, welfare of the people, balanced economic development, economic equality, minor role in price mechanism, specific objectives and goals, no competition, remuneration is made on the basis of each according to his ability and each according to his need. Remuneration is made on the basis of each according to his ability and each according to his need. ഇത്രയുമാണ് സോഷ്യലിസത്തിന്റെ ഫീച്ചേഴ്സ്. ഒന്നുകൂടി നോക്കാം. No class war, no private ownership, surplus go to state, welfare of the people,
ബാലൻസ്ഡ് എക്കണോമിക് ഡെവലപ്മെന്റ്, എക്കണോമിക് ക്വാളിറ്റി, economic equality, minor role in price mechanism, specific objectives and goals, no competition, remuneration is made on the basis of each according to his ability and each according to his need. Important ആയിട്ടുള്ള പോയിന്റ്സ് നോക്കാം. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് സിസ്റ്റം ആണ് സോഷ്യലിസം. ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത് സ്റ്റേറ്റ് ആയിരിക്കും, അതായത് ഗവൺമെന്റ്. അവേർഡ് ടു അവേർഡ് എക്സ്പ്ലോയിറ്റേഷൻ. Political remedy to avoid economic evils, government control and ownership, surplus goes to state government, aims at welfare of people, state domination, objectives public welfare, അവരുടെ ഒബ്ജക്റ്റീവ് പബ്ലിക് വെൽഫെയർ ആണ്. ക്യാപിറ്റൽ ഡസ് നോട്ട് ഫൈൻഡ് ആൻ ഇമ്പോർട്ടന്റ് പ്ലേസ്. സോഷ്യലിസത്തിന് ക്യാപിറ്റലിന് ഒരു പ്രാധാന്യവും ഇല്ല. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സെക്ഷൻ 10 ഓഫ് ദ NA ആക്ട് ഡീൽസ്. സെക്ഷൻ 10 പറഞ്ഞിരിക്കുന്നത് പേയ്മെന്റ് ഇൻ ഡ്യൂക്കേഴ്സ് ആണ്. NA ആക്ട് എന്ന് പറഞ്ഞാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്. NA ആക്ട് പാസ് ചെയ്തിരിക്കുന്നത് ഡിസംബർ 9, 1881 NA ആക്ട് വാസ് കെയിം ഇൻ ടു ഫോഴ്സ് മാർച്ച് 1, 1882. NA Act contains 148 sections and 17 chapters. NA Actൽ 148 സെക്ഷൻസും 17 ചാപ്റ്റേഴ്സുമാണ് ഉള്ളത്. The NA Act was drafted by Indian Law Commission. NA Act ഡ്രാഫ്റ്റ് ചെയ്തത് ഇന്ത്യൻ ലോ കമ്മീഷൻ ആണ്. NA Act is applicable to the entire country of India. NA Act എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണ്. എൻ്റയർ കൺട്രിയിലും ആപ്ലിക്കബിൾ ആണ് NA ആക്ട്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസ് നോക്കാം. NA ആക്ടിലുള്ള സെക്ഷൻ 4 ഓഫ് NA ആക്ട്, പ്രോമിസറി നോട്ട്. NA ആക്ടിലെ സെക്ഷൻ 4 പ്രോമിസറി നോട്ടിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ച്. സെക്ഷൻ 6 ചെക്ക്. 6 തന്നെ രണ്ടെണ്ണമായിട്ട് തിരിച്ചിട്ടുണ്ട്. സെക്ഷൻ 6(1)A ചെക്ക് ഇൻ ദ ഇലക്ട്രോണിക് ഫോം. ഇലക്ട്രോണിക് ഫോമിലാണെങ്കിൽ 6(1)A. സെക്ഷൻ 6(1)B ട്രങ്കേറ്റഡ് ചെക്ക്. സെക്ഷൻ 7 ഡെഫിനിഷൻ ഓഫ് ഡ്രോയർ, ഡ്രോയി, പേയി. സെക്ഷൻ 8 ഹോൾഡർ. സെക്ഷൻ 9 ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. സെക്ഷൻ 10 പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ്. സെക്ഷൻ 11 ഇൻലാൻഡ് ഇൻസ്ട്രുമെന്റ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. സെക്ഷൻ 13 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. സെക്ഷൻ 14 നെഗോസിയേഷൻ. സെക്ഷൻ 15 എൻഡോഴ്സ്മെന്റ്. സെക്ഷൻ 123 ജനറൽ ക്രോസിംഗ്. സെക്ഷൻ 124 സ്പെഷ്യൽ ക്രോസിംഗ്. സെക്ഷൻ 131 പ്രൊട്ടക്ഷൻ ഓഫ് കളക്ടിംഗ് ബാങ്കർ. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. ഒന്നുകൂടി നോക്കാം. സെക്ഷൻ 4 പ്രോമിസറി നോട്ട്. സെക്ഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ച്. സെക്ഷൻ 6 ചെക്ക്. സെക്ഷൻ 6(1)A ചെക്ക് ഇൻ ദ ഇലക്ട്രോണിക് ഫോം. ബിയിൽ ട്രങ്കേറ്റഡ് ചെക്ക്. സെക്ഷൻ 7 ഡെഫിനിഷൻ ഓഫ് ഡ്രോയർ, ഡ്രോയി, പേയി. സെക്ഷൻ 8 ഹോൾഡർ. സെക്ഷൻ 9 ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. സെക്ഷൻ 10 പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ്. സെക്ഷൻ 11 ഇൻലാൻഡ് ഇൻസ്ട്രുമെന്റ്. സെക്ഷൻ 13 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. സെക്ഷൻ 14 നെഗോസിയേഷൻ. സെക്ഷൻ 15 എൻഡോഴ്സ്മെന്റ്. സെക്ഷൻ 123 ജനറൽ ക്രോസിംഗ്. സെക്ഷൻ 124 സ്പെഷ്യൽ ക്രോസിംഗ്. സെക്ഷൻ 131 പ്രൊട്ടക്ഷൻ ഓഫ് കളക്ടിംഗ് ബാങ്കർ. ഇത്രയുമാണ് നോക്കുന്നത്. താങ്ക് യു.